ആനപ്പാറ പേര് വരാൻ കാരണം പണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വേറെ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ഈ ഒരു വ്യൂ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ഈ ഒരു വ്യൂ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മുടെ ഈ അത്യാവശ്യം ഇവിടുത്തെ ഈ കോട രാവിലത്തെ ഒരു വ്യൂ കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ട് സൈഡിലും വ്യൂ വരും. കണ്ടോ, ഈ സൈഡിലും ഉണ്ടാവും, ഇന്നത്തെ ആ സൈഡിലും വ്യൂ ഉണ്ട്. ഇതിനൊക്കെ വേറെ കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കോട ഇപ്പുറത്തേക്ക് പാസ് ചെയ്യും. കാരണം നിങ്ങൾക്കിപ്പോൾ ഇത് ക്യാമറയിലൂടെ കാണാൻ പറ്റുമ്പോഴോ എനിക്കറിയത്തില്ല. അപ്പോൾ നല്ലൊരു ഇതാട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്യുക. ആ ചായയൊക്കെ ഇട്ട് അങ്ങ് ഇരുന്നത് ഈ ഒരു വൈബിൽ ചായ കുടിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ കൃത്യം പറഞ്ഞാൽ ഇതുണ്ടോ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇവിടുന്ന് കോട നേരെ അപ്പുറത്തോട്ട് പോകും. അത് ജസ്റ്റ് ഇപ്പോൾ പോയി കഴിയുമ്പോൾ ഈ ക്യാമറ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ, ഇത് ഒരു കേട്ടറിവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആനപ്പാറ പേര് വരാൻ കാരണം പണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലം ഒരു കാട്ടാന വന്ന് നശിപ്പിക്കുകയും അവിടുത്തെ പ്രതിഷ്ഠയായ ദേവിയോ ഈ ആനയെ ശപിച്ചിട്ട് ഒരു കല്ലാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം. അവിടെ ആ കല്ല് നമുക്ക് അവിടെ ചെന്നാൽ ഇതിൻ്റെ മേളിൽ ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ശരിക്കും ഇതിന് ആനപ്പാറ പേര് വന്നത്.